ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസിന്റെയും കാര്യത്തിൽ ഏകദേശ തീരുമാനമാവുകയാണ്. അതായത് UDFിൽ പോകുന്നതാണ് നല്ലത് എന്ന് ജോസ് കെ മാണിക്ക് പ്രവർത്തകർ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് കുറച്ച് കാലങ്ങളായി. കേരളത്തിലെ നേതാക്കൾ ആരും വിളിച്ചാൽ ഞാൻ പോകില്ല എന്നും രാഹുൽ ഗാന്ധി തന്നെ വിളിക്കണമെന്നും ജോസ് കെ മാണി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയല്ല, സാക്ഷാൽ സോണിയാഗാന്ധി തന്നെ വിളിച്ചിരിക്കുകയാണിപ്പോൾ ജോസ് കെ മാണിയെ. എന്തു തന്നെയായാലും KM മാണി സാറിൻ്റെ മകൻ ഒരിക്കലും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ പാടില്ല എന്നും ആ യഥാർത്ഥ കോൺഗ്രസ് സ്നേഹം ഇനിയും കാണിക്കണമെന്നുമുള്ള ഒരു സന്ദേശമാണ് സോണിയാഗാന്ധി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFിലേക്ക് വരാൻ ജോസ് കെ മാണി തയ്യാറായി കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അതിൽ നമുക്കറിയാം, ജോസ് കെ മാണിക്ക് ഇപ്പോൾ 5 MLA-മാരാണുള്ളത്. അതിൽ കാഞ്ഞിരപ്പള്ളി MLA ജയരാജും, ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ, അതുപോലെ പൂഞ്ഞാറിലെ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, റാന്നി MLA പ്രമോദ് നാരായണൻ എന്നീ 4 MLA-മാർ UDFിലേക്ക് പോകാൻ സന്നദ്ധത അറിയിച്ചുവെന്നും ജോസ് കെ മാണി എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പമുണ്ടാകുമെന്നും അവർ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇടുക്കി MLA നിലവിലെ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ നമ്മളിങ്ങനെ മുന്നണി മാറിക്കൊണ്ടിരിക്കുന്നത് നല്ലതല്ല എന്നുള്ളൊരു സൂചനയാണ് നൽകിയത്. ഏതായാലും റോഷി അഗസ്റ്റിൻ ഇനി മുന്നണി മാറിയില്ലെങ്കിലും ജോസ് കെ മാണി UDFിലേക്ക് പോകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പും അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ജോസ് കെ മാണിക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു വോട്ട് ചോർച്ച, അത് തങ്ങളുടെ പ്രവർത്തകരെല്ലാം തന്നെ UDFിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ജോസ് കെ മാണിക്ക് നൽകിയത്. ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വലിയ ക്ഷീണമാണ് ജോസ് കെ മാണിക്കുണ്ടായിരിക്കുന്നത്. അങ്ങനെ തുടർച്ചയായുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും UDFിലേക്ക് മാറിയില്ല എങ്കിൽ പ്രവർത്തകരെല്ലാം UDFിലും നേതാക്കന്മാർ LDFിലും നിൽക്കുന്ന ഒരു ഗതി വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ആ സാഹചര്യത്തിലാണ് ജോസ് കെ മാണിയുടെ നീക്കം കുറച്ച് വേഗത്തിലാക്കിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോസ് കെ മാണി പല യോഗത്തിൽ നിന്നും മാറി നിൽക്കുന്നത് കണ്ടു. LDFിൽ നിന്ന് മാറുന്നതിൻ്റെ സൂചനയാണ് അത് നൽകിയത്. 3 മേഖലാ ജാഥകളിൽ ഒരു ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണിയായിരുന്നു. അതിൽ നിന്നും മാറി നിൽക്കാനാണ് ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണ് അറിയുന്നത്. ആ വിവരം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അതുപ്രകാരം ഇനിയുള്ള ജാഥ ക്യാപ്റ്റനെ ആരെയെങ്കിലും മാറ്റി നിയമിക്കണമെന്നും തനിക്ക് ജാഥ ക്യാപ്റ്റനായി നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അറിയിപ്പ് വന്നതോടെ, അല്ലെങ്കിൽ ജോസ് കെ മാണി അത്തരത്തിലുള്ളൊരു സന്ദേശം നൽകിയതോടെ CPMും LDFും വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മധ്യമേഖല ജാഥയുടെ ക്യാപ്റ്റനാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ജാഥ ക്യാപ്റ്റനായി ജോസ് കെ മാണിയെ നിശ്ചയിച്ചതിന് ശേഷവും അദ്ദേഹം LDFിൽ നിന്ന് UDFിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞാൽ ജാഥ ക്യാപ്റ്റൻ തന്നെ മുന്നണി മാറുമ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് LDFിന് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രവർത്തകരെല്ലാം മനസ്സുകൊണ്ട് UDF ആയി എന്ന് തിരിച്ചറിഞ്ഞ ജോസ് കെ മാണി സോണിയാഗാന്ധിയുടെ വിളി കൂടി വന്നതോടുകൂടി പൂർണ്ണമായും UDF ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം.